ശ്രീ MM നസീർ 6 മിനിറ്റ്. സാർ, ബഹുമാന്യായ ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തെയും ശ്രീ M വിൻസെൻ്റ് MLA അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെയും ഞാൻ പിന്തുണയ്ക്കുന്നു. സാർ, ചടയമംഗലം ഒരു ഇടതുപക്ഷ പൊന്നാമ്പരം കോട്ട എന്ന് അറിയപ്പെടുന്ന ആ മണ്ഡലത്തിൽ നിന്നാണ് 25 വർഷം ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന് ശേഷം ഞാൻ MLA ആവുന്നത്. ചടയമംഗലത്തെ എന്നെ വിജയിപ്പിച്ച് MLA ആക്കിയ എല്ലാ ജനാധിപത്യ വിശ്വാസികളും, അതിനുപരി എൻ്റെ പാർട്ടി സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ എനിക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകിയ പാർട്ടി സഖാക്കൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന 25 വർഷം മുമ്പ് MLA ആയ അദ്ദേഹത്തിൻ്റെ ചരമദിനം കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ അനുസ്മരിക്കുകയാണ്. സർ, കേരളത്തിൻ്റെ അടുത്ത അരനൂറ്റാണ്ടിലെ പദ്ധതികളുടെയും പ്ലാനുകളുടെയും സമഗ്ര വീക്ഷണത്തിൻ്റെയും സമർപ്പണമാണ് ടീം UDF ലീഡർ നവയുഗ പുരുഷനായ ശ്രീ വടശ്ശേരി ദാമോദര മേനോൻ സതീശനിലൂടെ കേരളം പ്രതീക്ഷിക്കുന്നു. വരാനിരിക്കുന്ന കേരള ഭാവി വിസ്മയങ്ങളുടേതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർഷകനെയും തൊഴിലാളിയെയും വനിതകളെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും കുഞ്ഞുങ്ങളെ വരെ തലോടി ഉണർത്തിയ നയപ്രഖ്യാപനമാണ് സാർ ഈ നയപ്രഖ്യാപനം. സാർ, കഴിഞ്ഞ 10 വർഷത്തെ LDFിൻ്റെ ഭരണകാലത്ത് ദുരന്തങ്ങൾ LDFന് ഒരു ലോട്ടറി ആയിരുന്നു. ആ ലോട്ടറി അടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാമതും ശ്രീ പിണറായി സഖാവിൻ്റെ നേതൃത്വത്തിൽ ഭരണം വന്നത്. ഇവിടെ M വിൻസെൻ്റ് MLAയുടെ നന്ദി പ്രമേയത്തെ അനുകൂലിക്കുമ്പോൾ തന്നെ ഒരു സത്യം പറയട്ടെ സാർ, അപ്പുറത്തിരിക്കുന്ന പൊന്നപ്പന്മാരും തങ്കപ്പന്മാരും എന്നെ ആശ്ലേഷിച്ചതുകൊണ്ട് മാത്രമാണ് സാർ ഞാനിവിടെ MLA ആയിട്ടിരിക്കുന്നത്. നന്ദിയുണ്ട് സാർ, അവരോട് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് KSU ആയിരുന്ന സമയത്ത് ഈ നിയമസഭയുടെ ചുറ്റും ഞാനും ശ്രീ മധു റാന്നി മെമ്പറും അതുപോലെ കുന്നത്താട് മെമ്പർ സജീന്ദ്രനുമൊക്കെ കറങ്ങി നടക്കുമ്പോൾ എന്നാണ് ഈ നിയമസഭയിലൊന്ന് കയറുന്നത് എന്ന് ഞങ്ങൾ പരസ്പരം ചോദിക്കുമായിരുന്നു. അന്ന് സജീന്ദ്രൻ പറയുമായിരുന്നു, ഓട് വിളിച്ചേ ഇറങ്ങാൻ പറ്റുമെന്ന്. നമ്മളിപ്പോൾ ഓട് പൊളിക്കാതെ ജനങ്ങൾ ഞങ്ങളെ ഈ മണ്ഡലത്തിലോ ഈ നിയമസഭയിലേക്ക് കടത്തിവിട്ടു എന്നുള്ളത് ഞങ്ങളെ ചരിത്ര നിമിഷമായി ഞാൻ കാണുകയാണ്. സാർ, ചടയമംഗലം മണ്ഡലം പയ്യന്നൂരും തളിപ്പറമ്പും ധർമ്മടവും പോലെ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണ്. സാർ, 19 ദിവസമാണ് എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസരം കിട്ടിയത്. വേണ്ടത്ര ഫോട്ടോയോ പോസ്റ്ററോ ഒന്നും പതിപ്പിക്കാൻ സമയമില്ല. പക്ഷേ ഭാഗ്യം കൊണ്ട് നമ്മുടെ മുൻ മുഖ്യൻ്റെയും എൻ്റെ തൊട്ട് മുമ്പുള്ള മന്ത്രി ചിഞ്ചുവിൻ്റെയൊക്കെ ഫോട്ടോയും ഹോർഡിങ്സുകളും വലിയ നിലയിൽ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ജനം കൂട്ടമായി വന്ന് എനിക്ക് വോട്ട് ചെയ്യാൻ ഉണ്ടായത് സാർ. അവരോട് പ്രത്യേകം നന്ദിയുണ്ട് സാർ, നന്ദി. ഇന്ദിരാ ഗ്യാരണ്ടി ഒന്നും ഞാൻ എൻ്റെ മണ്ഡലത്തിൽ പറയാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടും അല്ല എനിക്ക് വോട്ട് കിട്ടിയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ സാർ, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ കടക്കൽ എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ കടക്കൽ ദേവീക്ഷേത്രം നമ്മുടെ കേരളത്തിലെ നവകേരള ബസ് എല്ലാ സ്ഥലത്തും കറങ്ങിയ പോലെ ദേവീക്ഷേത്രത്തിൻ്റെ മതിൽ പൊളിച്ചും കയറാൻ പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടഞ്ഞുകൊണ്ട് അത് നടന്നില്ല. സാർ, അവിടെ അമ്പലത്തിൽ വലിയ പാട്ട് കച്ചേരി ഉണ്ടായിരുന്നു. അതിലെ വിപ്ലവഗാനം, എന്താ വിപ്ലവഗാനം? പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ എന്ന വിപ്ലവഗാനം അമ്പലത്തിൽ പാടി വലിയ വിവാദമായി. നിങ്ങൾക്കറിയാം, പുഷ്പൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. കൂത്തുപറമ്പ് വെടിവെപ്പ്, അതുപോലെ സ്വാശ്രയ സമരം, രക്തസാക്ഷികൾ. അതാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ വെടിവെച്ച ആളിനെ തന്നെ പിന്നീട് DGP ആക്കിയ ഇവിടുത്തെ ഇടതു ഭരണത്തെക്കുറിച്ചും ഞാനിവിടെ പറയുന്നില്ല. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്കറിയാം. കടുകട്ടിയായ ചില പ്രയോഗങ്ങൾ CPM എപ്പോഴും നടത്തും. നവോത്ഥാനം, നവകേരളം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, കേരളീയം, മാനവീയം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. കോടികളുടെ PR വർക്ക് കൊണ്ട് എന്ത് നേടി? നാടോടിക്കാറ്റ് തിലകൻ പറയുന്ന അവസാനത്തെ ഒരു വാക്കുണ്ട് സിനിമയുടെ അവസാനം, മെഷീൻ ഗൺ, ബോംബ്, മലപ്പുറം കത്തി, ഒലക്കയുടെ മൂട്, ഒടുവിൽ പവനായി ശവമായി. സാർ, എനിക്ക് പിണറായി സഖാവിനോട് ഒരു സ്നേഹമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിനെക്കുറിച്ച് എന്നെ കൂടുതൽ പറഞ്ഞു തന്നത് 10 വർഷം മുമ്പ് അവിടെ ചെന്നിട്ട് 10 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന ഈ അടുത്ത സമയത്ത് ചുംബന വിഭാഗത്തിൽപ്പെട്ട എൻ്റെ ഒരു നേതാവാണ്.
അദ്ദേഹം പറഞ്ഞത് പിണറായി നല്ലവനാ, പക്ഷേ കൂടെയുള്ളവർ എല്ലാം വലിയ പണിക്കാരും. ഞാനും ആലോചിച്ചു, ശരിയാണ്, കൂടെയുള്ള ആൾക്കാരെല്ലാം ഈ പാവം മനുഷ്യനെ, നല്ലൊരു മനുഷ്യനെ ഇങ്ങനെ പണിയാക്കി വടിയാതാരാക്കി കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കി എന്ന ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ നടന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇതാണ് സാർ, ഈ 10 വർഷത്തിലല്ലേ സാർ ലഹരി കേരളത്തിൽ പിടിച്ചത്? ലഹരി MDMA എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ MDMA ആണ് കേരളം മൊത്തം ലഹരി. ഈ ലഹരി എന്ന് പറയുന്നത് എങ്ങനെ? സ്കൂളിലെ കൊച്ചുകുട്ടികളിൽ മൂത്ത കുട്ടികൾ മൂത്ത കുഞ്ഞ് സഖാക്കൾ കൊടുക്കും, പിന്നെ അവൻ അവിടെ കോളേജിലോട്ട് വരും, അവിടെയും വരും, പിന്നെ ഇത് കച്ചവടമാവും. ഇതിനെ എക്സൈസ് പിടിക്കില്ല. കാരണം PTA എന്ന് പറയുന്നത് ആരാണ്? PTA ഒരു സ്കൂളിൽ, എല്ലാ സ്കൂളിലും PTA, മിക്കവാറും സ്കൂളിലും PTA ആരാണ് സാർ? അതുപോലെ തന്നെ AKPCTA, KSTA, LC, എക്സൈസ്, പോലീസ്, ഇതെല്ലാമാണ്. ഇപ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പരിപാടി വന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി VD സതീശനും കൂടെ ചേർന്ന് തൂഫാൻ, യഥാർത്ഥത്തിൽ ലഹരി നമ്മുടെ സംസ്ഥാനത്തെ വലിയ നിലയിൽ പിടിയിലമർത്തിയിരിക്കുകയാണ്. സാർ, ഇതിനെതിരായിട്ട് ശക്തമായി നീങ്ങണം. നിങ്ങൾക്കറിയാം, പല സിനിമകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ലൂസിഫർ എന്ന സിനിമ, വിക്രം എന്ന കമലഹാസന്റെ സിനിമ, അതുപോലെ തന്നെ രജനീകാന്തിന്റെ ജയിലർ സിനിമ, ഇതെല്ലാം 100 കോടി ക്ലബിൽ വന്നതാണ്. ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഇവിടെ ലഹരി ഏറ്റവും കൂടുതൽ പിടികൂടി. ആരാണ് സാർ ഉത്തരവാദി? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ വലിയ ആക്ഷേപം ഉണ്ടായപ്പോൾ അത് തെറ്റ് തിരുത്താൻ പാർട്ടി തയ്യാറായില്ല. പാർട്ടി സഹാക്കൾ എന്താ കമ്മിറ്റികൾ പറഞ്ഞത്? വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലെ അന്തർധാര സജീവമായിരുന്നു. ഊർശ്വാസികൾ തക്കം പാർത്തിരുന്നു. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരികളും റാഡിക്കലായിട്ടല്ല. ആർക്കെങ്കിലും പലതും മനസ്സിലായോ സഖാക്കളെ? ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഇതാണ് കേരളത്തിലെ പാർട്ടി സഖാക്കൾക്ക് CPMന്റെ നേതാക്കൾ കൊടുക്കുന്ന ക്ലാസ്. നിങ്ങൾക്കറിയാം, വീണ ജോർജിനെതിരെ 2 KSUക്കാർ മുദ്രാവാക്യം വിളിച്ചു. പാർട്ടിയുടെ വലിയ നേതാവാണ് ഗോവിന്ദൻ മാഷും അന്നത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞെന്താ? വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഒടിച്ച് വലിച്ച് കൊലപാതകത്തിന് അവർക്കെതിരെ കേസെടുത്തു. ഇവിടെ ED റെയ്ഡ് ചെയ്തു. ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ കരുതി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തരപ്രമായ ED റെയ്ഡിനെതിരെ ആയിരിക്കും. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ED റെയ്ഡിന് ഒന്നും മിണ്ടിയില്ല. പല മുൻ മുഖ്യമന്ത്രി, നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നാക്കണ്ടോ എന്ന് കൈയിട്ട് നോക്കി പല പ്രാവശ്യം. മുഖ്യമന്ത്രി അവിടെ പോയി, VD സതീശൻ മുഖ്യമന്ത്രി അവിടെ പോയി നരേന്ദ്രമോദിയെ കണ്ട് റെയ്ഡ് ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് റെയ്ഡ് ചെയ്തത്. അത് 11ഇടത്തും റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ അവസാനം പുള്ളിക്കാരൻ ഇത് പറഞ്ഞു വന്നപ്പോൾ പിന്നെ നിങ്ങൾക്ക് നാക്കില്ല. ഞാൻ ചോദിക്കുന്നു, 58 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ EDയുടെ RSS ടീം ചോദ്യം ചെയ്തു, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു. നിങ്ങൾ ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസ് ആക്രമിച്ചത് എന്നത് LDF എന്ന് പറഞ്ഞാൽ CPMന്റെ വിദ്യാർത്ഥി യുവജന വിഭാഗക്കാരാണ് അവിടെ അത് ആക്രമിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് BJP ഇപ്പോൾ കൊല്ലത്ത് പറയുമ്പോൾ കൊട്ടാരക്കരയിൽ BJPക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞത്? ചാത്തന്നൂരിൽ എങ്ങനെയാണ് BJP ജയിച്ചത്, BJPക്ക് വോട്ട് കൂടിയത്? ചാത്തന്നൂരിൽ UDFന് വോട്ട് കൂടി, കൊട്ടാരക്കര UDFന് വോട്ട് കൂടി. അവിടെയൊക്കെ കച്ചവടമാണ്. കോവളം സീറ്റിലും നേമത്തും വീക്ക് കാൻഡിഡേറ്റിനെ ഇട്ടത് ആരാ? CPM ആണ്. നിങ്ങൾക്കറിയാം, പല ആരോപണങ്ങൾക്ക് വിധേയമായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടാണ് ഇവിടെ BJPക്ക് അക്കൗണ്ട് തുറന്നത്. ഞങ്ങൾ BJPക്ക് അക്കൗണ്ട് തുറന്നിട്ടില്ല. അവിടെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് പോയി മത്സരിച്ചുകൊണ്ടാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിയത് എന്ന് സഖാക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെക്കാൻ ജനങ്ങൾ ആരും ഇപ്പോൾ വിഡ്ഢികളല്ല. അതുകൊണ്ടാണ് ചടയമംഗലം പോലെ ഒരു സീറ്റ്, നിങ്ങൾ ആരും പറയുന്നില്ല, ചടയമംഗലം പോലെ ഒരു സീറ്റ് ജയിച്ചു വന്നത് ജനങ്ങൾ വിഡ്ഢികളല്ല, അതെല്ലാം മനസ്സിലാക്കുന്നു എന്നതുകൊണ്ടാണ്. ഈ നന്ദി പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. ഈ സർക്കാർ, ഈ UDFന്റെ ഈ ടീം അതിശക്തമായി മുന്നോട്ട് പോയി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷ ഇവിടെ ഞങ്ങൾക്കുണ്ട്. അത് നിറവേറ്റും. നന്ദി, നമസ്കാരം.